ഹലോ, അസ്സാം വലൈക്കും. തെക്കൻ കിച്ചൻ എന്ന ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ എൻ്റെ വീഡിയോ കസൂരി മേത്തി എങ്ങനെ തയ്യാറാക്കുന്നു എന്നുള്ളതാണ്. വളരെ ഈസി ആയിട്ട് നമുക്ക് തയ്യാറാക്കാം. ഇപ്പം ഞാനിപ്പോൾ ഒരു 4 പിടി കസൂരി മേത്തിയിലെ ലീഫ് ഉലുവയില എടുത്തിട്ടുണ്ട്. ഈ ഉലുവയിൽ നിന്നാണ് നമ്മൾ കസൂരി മേത്തി തയ്യാറാക്കുന്നത്. ഇത് കട്ട് ചെയ്ത് നമുക്ക് ഇത് വാഷ് ചെയ്ത് കൊണ്ടുവന്നതിന് ശേഷം ചെറുതായിട്ട് കട്ട് ചെയ്തെടുക്കാം. ഇനി നമുക്ക് ഇതിനെ ഉണക്കിയെടുക്കണം. അപ്പോൾ ഞാൻ ഇത് ഒരു പാത്രത്തിലെടുത്ത് കട്ട് ചെയ്ത് ഒരു പാത്രത്തിൽ കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി നമുക്കൊരു വെള്ള ക്ലോത്ത് ഞാനിത് ടേബിളിൻ്റെ മുകളിൽ വിരിച്ചതിന് ശേഷം നമുക്കിത് ഉണക്കിയെടുക്കാം. ഇത് ഉണങ്ങി വന്നു കഴിഞ്ഞാൽ കുറച്ചേ ഉണ്ടാകത്തുള്ളൂ. പക്ഷെ നമുക്ക് പുറത്തുനിന്ന് വാങ്ങുന്നതിനേക്കാളും നമുക്ക് വിശ്വസിച്ച് നമുക്ക് ഇത് നമ്മളെ കറികളിലൊക്കെ ചേർക്കാൻ കൊള്ളാം. ഞാൻ പല പ്രാവശ്യം ഷോപ്പിൽ നിന്നെല്ലാം വാങ്ങിയിട്ടുണ്ട്. പക്ഷേ അതൊന്നും ക്ലീൻ അല്ലായിരുന്നു. ഭയങ്കര പൊടിയും ഒരുമാതിരി അഴുക്കും ഒരുമാതിരി കളർ തന്നെ നമുക്ക് ക്ലീൻ അല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് അത് ചേർക്കാനൊരു താല്പര്യമില്ലായിരുന്നു. അപ്പോൾ നമുക്കിത് വെയിലില്ലാതെ നമ്മൾ തണലിലാണ് ഉണക്കിയെടുക്കുന്നത്. ഞാനിപ്പം പകലിൽ ഹോളിലൊന്നും ഇട്ട് ഉണക്കാൻ പറ്റാത്തത് കൊണ്ട് തന്നെ ടേബിളിൻ്റെ മുകളിലിട്ട് രാത്രി ഒരു 7 ദിവസം ഇതേപോലെ രാത്രി ടേബിളിൽ തുണി വിരിച്ചിട്ട് ഇതിലിട്ട് ഉണക്കിയെടുത്താണ്. ഏതാണ്ട് ഇപ്പോൾ ഒരു 4-5 ദിവസമായപ്പോൾ തന്നെ ഇത് ഉണങ്ങി കിട്ടിയിട്ടുണ്ട്. ഇപ്പോൾ ഈ ഒരു പരുവത്തിലാണ് ഉണങ്ങി കിട്ടിയിട്ടുള്ളത്. ഇനി 1-2 ദിവസം കൂടെ നമ്മൾ ഇടുമ്പോൾ തന്നെ പകലും രാത്രിയും ഒരുപോലെ ഇട്ടാൽ ഒരു 2-3 ദിവസം കൊണ്ട് തന്നെ ഉണങ്ങി കിട്ടും. ഇവിടെ വിൻ്റർ സീസൺ ആയതുകൊണ്ട് പെട്ടെന്ന് ഉണങ്ങി കിട്ടാൻ കുറച്ച് പാടായിരുന്നു. ഇപ്പോൾ ഈ ഒരു പരുവത്തിൽ ഉണങ്ങി കിട്ടിയിട്ടുണ്ട്. നല്ല ഗ്രീൻ കളറാണ്. പക്ഷേ നമ്മൾ ഷോപ്പിൽ നിന്ന് വാങ്ങിക്കുമ്പോൾ ഇതിൻ്റെ കളർ ഒരുമാതിരി വല്ലാത്തൊരു കളറാണ്. പക്ഷേ ഇത് നല്ല ഗ്രീൻ കളറിൽ നല്ല വൃത്തിയായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട്. കാരണം നമ്മൾ കഴുകിയല്ലേ നമ്മൾ വാഷ് ചെയ്ത് നല്ല വൃത്തിയായിട്ട് ഉണക്കിയെടുത്ത്. അതുകൊണ്ട് തന്നെ നമ്മളിങ്ങനെ കൈ കൊണ്ട് ഇങ്ങനെ ഞരടിയാൽ നമ്മൾ പൊടിഞ്ഞു വരും. ആ ഒരു പരുവത്തിലാണ് നമ്മൾ ഇനി നമുക്കിതൊരു ടിന്നിലാക്കി സൂക്ഷിച്ചിരുന്നാൽ എത്ര നാൾ വേണമെങ്കിലും നമുക്കിത് സൂക്ഷിച്ച് വയ്ക്കാം. നമുക്ക് മനസ്സമാധാനമായിട്ട് കറിയെല്ലാം ചേർക്കാം. ഇപ്പം ഞാനൊരു നല്ല ക്ലീൻ ബോട്ടിൽ കൊണ്ടുവന്നിട്ടുണ്ട്. അതിലേക്ക് ഇതിട്ട് വയ്ക്കാം. അതിനുശേഷം നമുക്ക് കറികളെല്ലാം ചേർക്കാം. ഇപ്പോൾ എല്ലാവരും കണ്ടല്ലോ കസൂരി മേത്തി എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന്. നമുക്ക് വീട്ടിൽ തന്നെ എളുപ്പത്തിന് നമുക്ക് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു രീതിയാണിത്. അപ്പോൾ എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായാൽ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത്. അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നവർക്ക് എല്ലാവർക്കും ഹാപ്പി ന്യൂ ഇയർ.